ഈ കപ്പ കണ്ടോ റബ്ബറിന്റെ വലിപ്പമായി വാഴയുടെ ചോട്ടിന്ന് മുളച്ചു വന്നതാ. ഇത് അച്ഛ പറിക്കാണ്. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കപ്പ പറിക്കുമ്പോ ഈ 3 വാഴയും മരിക്കും. അങ്ങ് ആഞ്ഞു കൊത്തച്ചാ, അങ്ങ് ആഞ്ഞു പറിക്കും. എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ കുഞ്ഞേട്ടായി വീഡിയോ എടുത്തിട്ട് പറിക്കാൻ വേണ്ടി വന്നിരിക്കുക. അച്ഛ മുഴുവൻ കിള്ളി വാരി കഴിഞ്ഞപ്പോ ഇത് കപ്പയുടെ വിത്താണോ അത് വാഴയുടെ വിത്താണോ എന്ന് മനസ്സിലാവുന്നില്ല. കപ്പയുണ്ടോ? കപ്പ ഉണ്ടാവില്ല എന്നാ മിക്കവാറും. ആകെ ഇത്രയും കപ്പയാ കിട്ടിയ. എനിക്ക് തോന്നുന്നേ ഏറ്റവും നല്ല വാഴ കപ്പ് വെട്ടുമല്ലേ? ഈ വെട്ട് നടണം. 2 വെട്ടുമല്ലേ? 2 വെട്ടല്ലേ? കുറച്ച് കയറ്റി വിട്ടോ, വലിച്ചു പറിക്കാം. ഈ വാഴവിത്ത് ഇത് നട്ടാലാണ് ഏറ്റവും വലിയ വാഴക്കൊല ഉണ്ടാവുക. അത് ഓ കപ്പ വീണു. റബ്ബറിന്റെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ കപ്പയ്ക്ക്. ഇതില് കപ്പ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും കേട്ടോ. 3 വാഴയാ പോയത്. ഞാൻ പറിക്കണോ? കപ്പയുടെ തണ്ടിന്റെ ഇതും വലിപ്പം കണ്ട ഒരു 25 കിലോ കപ്പ കിട്ടും. ഇടയ്ക്കെല്ലാം ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ലോങ് ലെങ്ത് വീഡിയോ യൂട്യൂബിൽ ഇടാനാ. ഈ ഭാഗത്തുനിന്ന് വിത്തൊന്നും കിട്ടിയില്ലായിരുന്നു. ആകെ ഇത്രയും കപ്പ കിട്ടിയത്. അപ്പൊ ഇത് അതേപോലെ അങ്ങ് എടുത്ത് നടാം. ഇവിടെ കപ്പ പോയിട്ടുണ്ടല്ലോ. അതിന്റെ കഷ്ണം തന്നെയാണ്. ഇതങ്ങ് മാറ്റിയിട്ട് നീളത്തിലൊരു കുഴി എടുക്കുക. 2 വിത്തങ്ങ് നടാതിലേക്ക്. 2 അല്ല 3 അങ്ങ് നടാം. വലിയൊരു കുഴി അങ്ങ് കിട്ടും. വലിയ കപ്പയാ കിട്ടിയത്. 3 വാഴ പറിച്ചതിനില്ല. 3 വാഴ പറിച്ചിട്ട് ആകെ കിട്ടിയ കപ്പയാണ്. ആകെ ഇത്രയും.